പേട്ട കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പ്രതികളുമായി തെളിവെടുപ്പിനെത്തിയിരിക്കുകയാണ്. റെയിൽവേ ട്രാക്കിലൂടെ പ്രതിയുമായി തെളിവെടുപ്പിനെത്തിയിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഹരികൃഷ്ണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഹരികൃഷ്ണൻ, എപ്പോഴാണ് ഇയാളെ തെളിവെടുപ്പിനെത്തിച്ചത്? നാട്ടുകാരുടെ ഒരു പ്രതിഷേധം സ്വാഭാവികമായും അവിടെ ഉണ്ടാകുമല്ലോ. ആ രീതിയിൽ സുരക്ഷയും ഉറപ്പുവരുത്തിയിട്ടുണ്ടോ? കൂടുതൽ പോലീസ് വിന്യാസമുണ്ടോ? സ്മിതാ, നാട്ടുകാരുടെ രോഷം സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നത് പോലീസിന്റെ. ആദ്യം ഈ പേട്ട റെയിൽവേ സ്റ്റേഷൻ പരിസരത്താണ് ആ തെളിവെടുപ്പ് നടത്തിയത്. അതിനുശേഷം ഇയാൾ കൊടുത്ത മൊഴി അനുസരിച്ച് ഈ റോഡിലൂടെ, അതായത് ഈ ഓൾസൈൻസിന് സമീപമുള്ള റോഡിലൂടെ വന്നു എന്നുള്ളതാണ്. കുട്ടിയെ എടുക്കുന്നതിനായി വന്നു എന്നുള്ളതാണ് ഇയാൾ പറയുന്ന മൊഴി. അതനുസരിച്ച് ഈ റോഡിലേക്കും തെളിവെടുപ്പ് നടത്തി പൂർത്തിയാക്കി. പിന്നെ ഈ നാടോടി കുടുംബം കിടന്നുറങ്ങിയ ഈ ഓൾസൈൻസ് കോളേജിന് സമീപമുള്ള, അതായത് ഈ ബ്രഹ്മോസിന് സമീപമുള്ള ഈ ഗ്രൗണ്ടിൽ, കുട്ടിയെ എടുത്തുകൊണ്ടുപോയ ഈ ഗ്രൗണ്ടിലും ഈ പ്രതിയെ എത്തിച്ച തെളിവെടുപ്പ് പൂർത്തിയാക്കിയത്. ഇയാൾ പറയുന്നത് അന്ന് രാത്രി 12 മണിക്കും 1 മണിയിലാണ് അയാൾ ഇവിടെ എത്തിയത്. അതിനുശേഷം ഈ മാതാപിതാക്കളോടൊപ്പം ഉറങ്ങിക്കിടക്കുകയായിരുന്നു ഈ 2 വയസ്സുകാരിയെ പോയി എന്നുള്ളതാണ് പറയുന്നത്. തെളിവെടുപ്പ് പൂർത്തിയാക്കിയപ്പോൾ അവിടെ പിന്നീട് ഈ കുട്ടിയെ കൊണ്ടുവച്ചു എന്ന് പറയപ്പെടുന്ന ബ്രഹ്മോസിന് പുറകിലുള്ള ഈ പൊന്തക്കാട്ടിൽ, അതായത് ഈ വട്ടക്കായലിന് സമീപമുള്ള പൊന്തക്കാട്ടിൽ, ഈ റെയിൽവേ ട്രാക്കിന് സമീപം കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ഒരു ഇപ്പോൾ പ്രതി എത്തിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഈ റെയിൽവേ ട്രാക്കിലൂടെ ഏകദേശം ഈ നാടോടി കുടുംബം കിടന്നുറങ്ങിയ സ്ഥലത്ത് നിന്ന് 700 മീറ്റർ ദൂരമുണ്ട് അങ്ങോട്ട്. അവിടേക്ക് ഇപ്പോൾ പ്രതി എത്തിച്ച് തെളിവെടുപ്പ് നടത്താനാണ് പോലീസിന്റെ ഒരു നീക്കം. ഇയാൾ പറയുന്നതനുസരിച്ച് രാത്രി ഈ 12 മണിക്ക് 1 മണിക്ക്, അതായത് വർക്കലയിൽ നിന്നും കൊല്ലത്ത് നിന്നും വർക്കലയിലേക്ക് ട്രെയിനിൽ കയറി അതിനുശേഷം ട്രെയിനിൽ ഇരുന്ന് ഉറങ്ങിപ്പോവുകയും പേട്ട റെയിൽവേ സ്റ്റേഷനിൽ എത്തി അവിടെ ഇറങ്ങുകയും ചെയ്തു എന്നുള്ളതാണ്. അതനുസരിച്ചാണ് ഈ റെയിൽവേ സ്റ്റേഷനിൽ തെളിവെടുപ്പ് നടത്തിയത്. അതിനുശേഷം പിന്നീട് അയാൾ അവിടെ നിന്നും ഈ ബ്രഹ്മോസിന്റെ, അതായത് ഈ ഓൾസൈൻസിന് സമീപമുള്ള ഗ്രൗണ്ടിലേക്ക് എത്തുന്നു. ഈ കുട്ടിയെ കാണുന്നു എന്നുള്ളതാണ്. ഇതിന് സമീപമുള്ള ഈ വെയിറ്റിംഗ് ഷെഡിൽ കുറെ നേരം ഈ കുട്ടിയെയും ഈ കുടുംബത്തെയും നിരീക്ഷിക്കുന്നു. ഇതിനു ശേഷമാണ് ഈ കുട്ടിയെ എടുത്തു എന്നുള്ളതാണ് ഇയാൾ പോലീസിന് നൽകിയിരിക്കുന്ന പ്രധാനപ്പെട്ട മൊഴി. ആ വെയിറ്റിംഗ് ഷെഡ് അടക്കമുള്ളിടത്ത് ഈ ഫോറൻസിക് വിദഗ്ധരടക്കം പോലീസും അടക്കമെത്തി ഈ തെളിവെടുപ്പ് നടത്തുകയാണ്. ഇപ്പോൾ ഇതിനുശേഷമാണ് ഇതിനുശേഷം ഈ കുട്ടിയെ കൊണ്ടുവച്ച സ്ഥലത്തേക്ക് ഇപ്പോൾ പ്രതിയെ പിഞ്ചുകുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതി ഹസൻകുട്ടിയുമായുള്ള തെളിവെടുപ്പാണ്. വിവിധയിടങ്ങളിൽ പ്രതിയുമായി തെളിവെടുപ്പ് നടത്തുകയാണ് പോലീസ്. കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് ഹരികൃഷ്ണനാണ്.